ഹായ്, എല്ലാവർക്കും നമസ്കാരം. സൺഡേ സ്പെഷ്യൽ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ ചെറിയ കാലം കൊണ്ട് വർണ്ണരാജികൾ തീർത്ത് കാലയവനികക്കുള്ളിലേക്ക് മറഞ്ഞുപോയ അഴീക്കോട് ഗ്രാമത്തിൻ്റെ അഭിമാനമായ ചിഞ്ചുഷയുടെ ഓർമ്മകളിലേക്കാണ് ഇന്നത്തെ സൺഡേ സ്പെഷ്യൽ. പിക്കാസോയെയും വാൻ ഗോവിനെയും അറിഞ്ഞ നമുക്ക് രാജാ രവിവർമ്മയുടെ നാട്ടിലെ കേവലം 18 വർഷത്തെ ജീവിതകാലത്തിനിടയിൽ ലോകോത്തരമായ ചിത്രവർണ്ണക്കൂട്ടുകളോടെ നമ്മെ വിസ്മയിപ്പിച്ച അപൂർവ പ്രതിഭയുടെ ഉള്ളറകളിലേക്കായി ഒരു തീർത്ഥയാത്ര. 1994 നവംബർ 9 അഴീക്കോട് തെരുവിലെ ദിനേശൻ്റെയും ശ്രീജയുടെയും മകളായി ജനിച്ച ചിഞ്ചുഷ ശൈശവകാലത്തു തന്നെ പ്രതിഭയുടെ മിന്നലാട്ടം കാണിച്ചു തുടങ്ങിയിരുന്നു. ചിഞ്ചുഷയിലെ ചിത്രകാരിയെ വാർത്തെടുത്തത് ചിത്രകലാ പാഠശാല നടത്തുന്ന കുടുവൻ പ്രമോദ് എന്ന ചിത്രകലാ പ്രതിഭയായിരുന്നു. തത്തമ്മ മാസിക നടത്തിയ അഖില കേരള ചിത്രകലാ മത്സരത്തിൽ 10,000 പേർ പങ്കെടുത്തതിൽ ആദ്യ 10 പേരിൽ ഒരാളായി ചിഞ്ചുഷ തിരഞ്ഞെടുക്കപ്പെട്ടു. അക്ലേത്ത് LP സ്കൂളിലെ പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം അഴീക്കോട് സൗത്ത് UP സ്കൂളിൽ പഠിക്കുന്ന വേളയിലാണ് അർബുദം ചിഞ്ചുഷയെ പിടികൂടുന്നത്. SSLCയിലും +2ലും അർബുദത്തെ തോൽപ്പിച്ചുകൊണ്ട് 100% മാർക്കോടെ വിജയം. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ MBBS പഠനത്തിനിടയിലാണ് ചിഞ്ചുഷ ലോകത്തോട് വിട പറഞ്ഞത്. ചിഞ്ചുഷയുടെ മാതാപിതാക്കളാണിവർ. ചിത്രകലയിൽ വിസ്മയം തീർത്ത മകളെ എങ്ങനെയാണ് ഓർമ്മിക്കുന്നത്? എങ്ങനെയാണ് ഓർമ്മിക്കുന്നതെന്ന് പറഞ്ഞാൽ, അവളെ ഇവിടെ വെച്ചാൽ ചെറിയ 3 വയസ്സ് മുതൽ ചിത്രം വരയ്ക്കാൻ തുടങ്ങിയതാണ്. അപ്പോൾ പിന്നെ അവൾ എന്താ വെച്ചാൽ വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോഴെല്ലാം സ്കെച്ചും ഇതെല്ലാം ക്രയോൺസെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ സ്വന്തം ഇങ്ങനെ വരക്കും. അങ്ങനെ അവൾക്ക് ഇങ്ങനെ ഓരോ ഇതും നോക്കി വരച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മളെ ഇവിടെ വീട്ടിൻ്റെ അടുത്ത് പ്രമോദ് എന്ന് പറഞ്ഞവർ ചിത്രം അന്നേരം അവരെ വീട്ടിൽ നിന്ന് അങ്ങനെ ഒന്നും പഠിപ്പിക്കുന്നൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ പിന്നെ അവർ പറഞ്ഞു മോളോട് അങ്ങോട്ടേക്ക് പോകാൻ പറഞ്ഞു, ഞാൻ കുറച്ച് എന്തെങ്കിലും പഠിപ്പിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് മോളെ അടുത്തേക്ക് പോകാൻ തുടങ്ങിയത്. അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് അവർ ഓരോന്നും കാണിച്ചു കൊടുത്ത് ഫസ്റ്റ് 2ാം ക്ലാസ്സിൽ നിന്നാണ് തത്തമ്മേൻ്റെ ചിത്രത്തിനൊക്കെ പോയിട്ട് അവൾ അറിയുന്ന പോലെ എന്തെല്ലോ വരച്ച് അവിടെ നിന്ന് എത്ര 1000 കുട്ടികൾ പങ്കെടുത്ത മത്സരമായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് മോള് ആദ്യത്തെ 30 കുട്ടികളിൽ പ്രോത്സാഹനമെല്ലാം വാങ്ങിച്ചിട്ട് വന്നു. അങ്ങനെയാണ് ആദ്യമായിട്ട് വരച്ചത്. പിന്നെ അതിന് ശേഷം അങ്ങനെ അവിടെ വീട്ടിൻ്റെ അടുത്തുള്ള മാഷെടുത്ത് പോയി അവിടെ നിന്ന് കുറേ ഇങ്ങനെ വരച്ച് അവൾ എന്താ പറയുക. അച്ഛൻ്റെ ഓർമ്മകൾ പറയും. ഞാൻ ആദ്യമെല്ലാം കുറച്ചൊരു ഇതായിരുന്നു. പിന്നെ മോളെ ഇങ്ങനെ ഒരു കഴിയുള്ളതുകൊണ്ട് പിന്നെ പണിയെടുത്തിട്ട് കൊണ്ടുപോകാനും കഴിയില്ല. ഞാൻ നെയ്ത്ത് പണിയായിരുന്നു. ഞാൻ പരമാവധി എന്താണെന്ന് ചുരുക്കി വേണമെങ്കിൽ മോളെ പഠിപ്പിക്കാൻ പറ്റുന്നിടത്തോളം പഠിപ്പിക്കാനെല്ലാം പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ ഇങ്ങനെ ഇപ്പോൾ അസുഖമെല്ലാം പറഞ്ഞിടത്താണ് അത് വല്ലാണ്ടായിരുന്നു. പിന്നെ അതിന് പിന്നെ നാട്ടുകാരും എല്ലാവരും സഹായിക്കുകയും ചെയ്തിട്ടുണ്ട്. പലവരും സഹായിച്ചിട്ടുണ്ട്. പിന്നെ MBBS കിട്ടുമ്പോൾ അങ്ങനെ അതിനും മറ്റുള്ളവരും എല്ലാവരും പലയാളും സഹായിച്ചിട്ടുണ്ട്. അതിപ്പോൾ ഇന്നായിട്ടും നമുക്ക് അവളെ കിട്ടാത്തതിൽ കൊണ്ടുള്ളൊരു സങ്കടം നമുക്കുണ്ട്. ചിത്രകലയിൽ മാത്രമായിരുന്നു മോള് ഒന്നാമതായത്? അല്ല, ചിത്രകലയിൽ മാത്രമല്ല, അവളെ വേറെ സ്കൂളിൽ പഠനത്തിൽ 1ാം ക്ലാസ് മുതൽ പിന്നെ 10ാം ക്ലാസ് +2 വരെയും ഓരോ ക്ലാസ്സിലും അവൾ തന്നെയായിരുന്നു ഫസ്റ്റ്. അതൊരിക്കലും ഒരു ക്ലാസ്സിലും ആ സ്ഥാനം അവൾ വേറെ ഒരാൾക്കും വിട്ടുകൊടുത്തിട്ടില്ല. 10-12 ഓരോ ക്ലാസ്സിലും ഫസ്റ്റ് മോളായിരുന്നു. സ്കൂളിൻ്റെ അഭിമാനമായിരുന്നു. സ്കൂളിൻ്റെ എല്ലാവരും നാട്ടുകാരതായാലും എന്തിലും അങ്ങനെയായിരുന്നു. ഒരുപാട് മെഡലും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. മെഡൽ സ്കൂളിൽ വെച്ചാൽ പഠനത്തിൽ സ്കൂളിൽ ഓരോ കൊല്ലവും സ്കൂളിൽ നിന്ന് കൊടുക്കുന്ന ഇത് കൂടാണ്ട് സൗത്ത് സ്കൂളിൽ നിന്നല്ലാതെ ഓരോ എക്സാം കഴിഞ്ഞാലും കൂടുതൽ മാർക്ക് കിട്ടിയ കുട്ടിക്കൊരു ട്രോഫി ഉണ്ട്. ആ സമയമൊക്കെ ഒരു അസുഖം വന്ന് ആ സമയത്തുകൂടി അത് വേറെ ആയിരിക്കും അവൾ വിട്ടുകൊടുത്തിട്ടില്ല. അവൾ തന്നെ വായിച്ച് വീട്ടിലിരുന്ന് പഠിച്ചിട്ട് കൂടി അവൾക്ക് 1ാം സ്ഥാനമായിരുന്നു കിട്ടിയിരുന്നു. ദേശീയ തലത്തിൽ എന്തെങ്കിലും അംഗീകാരം കിട്ടിയിട്ടുണ്ടോ മോൾക്ക്?
ദേശീയ തലത്തിൽ എന്ന് പറയാൻ കലോത്സവത്തിലാണ് സ്റ്റേറ്റ് അസുഖം വന്ന് ഒരു ഇടക്കാലത്ത് ഒരു സർവൈവ് ആയതിനു ശേഷം എന്തെങ്കിലും പരിപാടിയിൽ പങ്കെടുത്തിട്ട് അതിനുശേഷം ഒരു ചിത്രരചനേൻ്റെ ഒരു ഇത് ക്യാൻ കിഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ക്യാൻ കിഡ് കിഡ്സ് ക്യാൻ സ്കോളർഷിപ്പ് എന്ന് പറഞ്ഞിട്ട് അത് ഡൽഹിയിലായിരുന്നു. അത് നമ്മളിവിടെ മണിപ്പാൽ ഹോസ്പിറ്റലിലായിരുന്നു മോളെ ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ അവിടെ നിന്ന് ഡോക്ടർ പറഞ്ഞിട്ടാണ് നമ്മളവളെ ഡീറ്റെയിൽസും എല്ലാം അയച്ചു കൊടുത്തിട്ട് അവിടെ ഡൽഹിയിലേക്ക് അയച്ചു കൊടുത്തു. അപ്പോൾ എന്നിട്ട് അവിടെ നിന്ന് സെലക്ട് ആയിട്ട് മോക്ക് അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഡൽഹിയിൽ പോയി നമ്മൾ അവാർഡൊക്കെ വാങ്ങിച്ചു. ചിത്രം മാത്രമല്ല, അതിൻ്റെ കൂടെ ഡാൻസ് എന്ന് വെച്ചാൽ ചെറിയ അംഗൻവാടി പോകുന്ന സമയം മുതൽ ഇവിടെ വന്നിട്ടിങ്ങനെ എന്നെ ഡാൻസ് പഠിപ്പിക്കാൻ കൊണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് കരച്ചിലായിരുന്നു. ചെറിയ ഒരു ഇതിൽ 3-4 വയസ്സ് സമയത്ത് ശരിക്കും ഇവിടെ നിന്ന് ഇരുന്ന് കാര്യമല്ല, എനിക്ക് ഡാൻസ് പഠിക്കാൻ എന്നെ കൊണ്ടാക്കുമെന്ന് പറഞ്ഞിട്ട് കാര്യം. അപ്പോൾ അങ്ങനെയാണ് അംഗൻവാടിയിലെ ടീച്ചർ പറഞ്ഞ് ഇവിടെ ഒരു മാഷുണ്ട് അരുൺകുമാർ എന്ന് പറഞ്ഞിട്ട് കച്ചേരിപ്പാറ, അവിടെ മാഷ് വീട്ടിൽ നിന്ന് തന്നെ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. നമുക്കറിയില്ലായിരുന്നു എവിടെയാന്ന് എന്താണെന്ന്. എന്നിട്ട് അച്ഛൻ പോയി അന്വേഷിച്ച് പോയി മാഷ വീട് കണ്ടുപിടിച്ച് എന്നിട്ട് മോളെ കൂട്ടിയിട്ട് പോകാൻ പറഞ്ഞു. അങ്ങനെയാണ് അവളെ 1ാം ക്ലാസ് പഠിക്കുമ്പോൾ തന്നെ ഡാൻസിന് ചേർത്തത്. അവിടെ മാഷും എന്താ പറയുക നമ്മളെ അവസ്ഥ കണ്ടിട്ട് ഫീസൊന്നും വാങ്ങിക്കാണ്ട് അങ്ങനെയാണ് മാഷ് പഠിപ്പിച്ചത്. 2ാം ക്ലാസ് പഠിക്കുമ്പോൾ ഭരതനാട്യം അരങ്ങേറ്റം കഴിഞ്ഞു. ബാല്യകാലത്തു തന്നെ ക്യാൻസറിനോട് പടപൊരുതി പഠനത്തിലും മറ്റ് കലകളിലും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥിക്കുള്ള ദേശീയ അംഗീകാരമായ ക്യാൻ കിഡ് പുരസ്കാരം ഉൾപ്പെടെ നിരവധി അംഗീകാരങ്ങൾ ചിഞ്ചുഷയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. 10 വർഷം പിന്നിട്ട ചിഞ്ചുഷയുടെ ഓർമ്മകൾക്ക് സൺഡേ സ്പെഷ്യലിൻ്റെ കണ്ണീർ പ്രണാമം.